ഞാൻ ഒരു ഇച്ചിരി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഹാൻഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്യുക. പേടിയുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചൂടാണെങ്കിൽ ഇവിടെ ആയിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വെറൈറ്റി പ്രോഡക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ബ്ലറിൻ്റെ ഇത് കണ്ടാൽ എങ്ങനെ തോന്നുന്നു, ഒരു ക്യാൻഡിലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് നല്ലൊരു പാക്കേജിനുള്ള ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിന് വേറെ പ്രത്യേകതയുണ്ട്. നല്ല പാക്കേജിങ് ആണ്, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ്. ഫസ്റ്റ് ടൈം ഞാൻ ഇപ്പോൾ വീഡിയോയുടെ മുമ്പ് വെച്ചത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വീഡിയോയുടെ മുമ്പ് വെച്ചതിൻ്റെ കത്തിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു മോയ്സ്ചറൈസറാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ഇതൊരു മോയ്സ്ചറൈസറാണ്. മെൽറ്റിംഗ് ഡൗൺ മോയ്സ്ചറൈസറാണ്. ക്യാൻഡിൽ സ്റ്റോൺ മോയ്സ്ചറൈസറാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. സ്മെൽ നല്ലതാണ്. ഇത് മെൽറ്റായി നമ്മുടെ ആ ക്യാൻഡിൽ മെൽറ്റാകുമ്പം അത് ഫ്ലോട്ട്, ഒരു റണ്ണിങ് ഫ്ലോട്ട് പോലെ വരുമല്ലോ. അപ്പം അതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. അതാണ് മോയ്സ്ചറൈസർ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ഒരു പിടിയില്ല കേട്ടോ. ഒരു പിടിയില്ലെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. പിടിയില്ലെന്നല്ല പറയേണ്ട, ഒരു ഐഡിയ ഇല്ല. ഇത് മെൽറ്റായി ഒരു ഇച്ചിരി നേരം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഒരു ക്യൂരിയോസിറ്റി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ, ന്യൂ പാക്കേജിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. മെൽറ്റ് ആവുന്നുണ്ട് ചെറുതായിട്ട്. ശേഷം സമയം എടുത്തേ മെൽറ്റ് ആവത്തുള്ളൂ തോന്നുന്നു കേട്ടോ. സഡനായിട്ട് മെൽറ്റ് ആവുന്നില്ല, ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് മെൽറ്റ് ആവാനായിട്ട്. അത്യാവശ്യം ഒരു ഇച്ചിരി മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇച്ചിരി ഒന്ന് ആദ്യം ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോണത്. ഓഫ് ചെയ്തിട്ടൊരു ഇച്ചിരി നേരം സെറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം അത്ര നോക്കാം, ഒരു ഇച്ചിരി മെൽറ്റായിട്ടുള്ളൂ. മെൽറ്റായിട്ടുള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം അല്ലേ ചൂട്. എന്നിട്ട് ഉടനെ റബ്ബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്മെൽ. നമ്മൾ ഉടനെ ഇത് ഓഫ് ചെയ്തിട്ട് ഉടനെ അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ചിലപ്പം വാക്സ് പോലെ ആവാൻ സാധ്യതയുണ്ട്. കാണുന്നുണ്ടോ? നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. നല്ല ക്യാൻഡിയുടെ സ്മെല്ലാട്ടോ. പക്ഷേ ഇത് മോയ്സ്ചറൈസറാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ എങ്ങനെ ആവും നമുക്കറിയാം. കാരണം വാക്സ് ആണല്ലോ, അപ്പോൾ വാക്സ് പോലെ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അപ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, ഇതൊന്ന് നല്ല സെറ്റായിട്ട് എന്നിട്ട് ഈ ഹാൻഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം അപ്പോഴത്തേക്ക് ഇവിടെ അപ്ലൈ ചെയ്തത് സെറ്റ് ആയിക്കോളും. കണ്ടോ, നല്ല ആ ക്രീമി ടെക്സ്ചർ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഫിംഗേഴ്സിൽ ഞാനിത് കുറച്ച് നേരം വെച്ചേക്കാം. എങ്ങനെയാവും എന്നൊരു ക്യൂരിയോസിറ്റിക്കായിട്ട് കേട്ടോ. എങ്ങനെ ആവും എന്നുള്ളൊരു ഇത് അതുപോലെ ഇത് ഞാൻ കണ്ടതും വീഡിയോസ് എന്തോ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആടത് ബ്ലർ ഇന്ത്യ കോസ്മെറ്റിക്സിൻ്റെയാണ് സംഭവം. ക്യാൻഡിൽ ദാറ്റ് മെൽസ് ഇൻ ടു എ ബോഡി ഓയിൽ. ഒരു ബോഡി ഓയിലായിട്ട് ബോഡി മോയ്സ്ചറൈസർ പറഞ്ഞെങ്കിൽ ബോഡി ഓയിലായിട്ട് റിയാക്ട് ചെയ്ത് പ്ലമ്മിൻ്റെ ഒക്കെ ബോഡി ഓയിൽ യൂസ് ചെയ്തെടുക്കാമെന്ന് അറിയാം. പ്ലമ്മിൻ്റെ ബോഡി ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴേ
സൂപ്പർ സ്മെല്ലാണ്. അപ്പം ഈ ഒരു ക്യാൻഡിൽ മെൽറ്റ് ബോഡി ഓയിൽ എങ്ങനെ ആയിരിക്കും എന്നാണ്. മെൽറ്റ് ഡൗൺ body oil with goodness of cold pressed massaging oil for when you need to calm the flaky down. Okay, then the ingredients ഇതിനകത്ത് coconut wax, beef, shea butter, coconut oil, sweet almond oil, vitamin E, soya wax, natural fragrance. ഇത്രേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ ഇതിനകത്ത് എന്നാണ് ഇതിനകത്ത് അവർ പറയുന്നത്. ഇത് 240 ml ക്യാൻഡിലാണ്. ഇന്ത്യൻ ബ്രാൻഡ്. ബ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അറിയാം. ബ്ലറിൻ്റെ ലിപ്സ്റ്റിക്കല്ല, ലിപ് ടിൻറ്റ് യൂസ് ചെയ്തെടുക്കറിയാം. ബ്ലറിൻ്റെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പം ഇത് benefit soya wax burns clear that reduce candle that serves in as a moisturizer. The product infused with cold pressed massaging oil that acts as a natural softener for the skin and including aromatherapy. 3 to 4 hours ഇതിൻ്റെ സ്മെല്ല് നിൽക്കും എന്ന് പറയുന്നുണ്ട്. 3 to 4 hours വരെ നിൽക്കും. ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് നാച്ചുറൽ ഫ്രേഗ്രൻസ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം ഇത് മെൽറ്റായിട്ടുണ്ട്. അത്യാവശ്യം ക്യാൻഡിൽ മെൽറ്റായിട്ടുണ്ട്. 240 ml പ്രോഡക്റ്റ് ആണ് കേട്ടോ. 240 ml പ്രോഡക്റ്റ് 400 rupees. അപ്പോൾ ഇതിൻ്റെ വർത്താണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്യൂരിയോസിറ്റിക്ക് വേണമെങ്കിൽ ഫിംഗേഴ്സിലെടുത്ത് ഇതുവരെ ഇതായിട്ടില്ല കേട്ടോ, വാക്സ് ആയിട്ടില്ല. കാരണം സാധാരണ ക്യാൻഡിൽസ് ആണെങ്കിൽ എപ്പോഴേ വാക്സ് ആയനെ. അപ്പോൾ ഞാനിത് അത്യാവശ്യം ഇതായിട്ടുണ്ട്. അപ്പം ഇത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഒരു എന്തോന്നു 2 to 5 seconds വിട്ടാൽ മതി. കാരണം എളുപ്പം ഇതാവാൻ സാധ്യത ഉണ്ട്. ചൂട് പേടിയുള്ളവർ നോക്കി ഒഴിക്കുക, ഇല്ലാത്തവർ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ ഹാൻഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്യുക. പേടിയുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ചൂടാണെങ്കിൽ ഇവിടെ ഒന്ന് ആയിരുന്നു. അപ്പോൾ ഈ ഹാൻഡ്സ് ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഞാൻ വേറെ മോയ്സ്ചറൈസർ ബോഡിയിൽ ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് തന്നെ ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചു ശരി ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ഒരു വെറൈറ്റി പ്രോഡക്റ്റായിരുന്നു. ക്യാൻഡിലിൽ ഒരു ബോഡി ഓയിൽ, അത് നല്ലപ്പോൾ കേൾക്കാം. അത് ഇന്ത്യൻ ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വൈനോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഓയിൽ ഒരു ക്യാൻഡി വാനില സ്മെല്ലാണ്. ഈ വാനില സ്മെൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. കാര്യം ഇതിന് വേറെ വെറൈറ്റീസും ഉണ്ടെന്ന് തോന്നുന്നു ക്യാൻഡി ഫ്ലേവറിൻ്റെ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. ആമസോണിൽ അവൈലബിൾ. ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. സംഭവം സൂപ്പറാണ് കേട്ടോ. നല്ല ഓയിലി ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ വാക്സ് ആണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയി കഴിയുമ്പം അത് വാക്സ് പോലെ ആവുന്നില്ല. അത് അത്യാവശ്യം ഇങ്ങനെ ക്യാൻഡിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ക്യാൻഡിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ക്യാൻഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് സ്റ്റിക്കായിട്ടൊന്നും ഇരിക്കുന്നില്ല. സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ബോഡി ഓയിൽ ട്രൈ ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. സൂപ്പർ പ്രോഡക്റ്റാണേ പറയാനുള്ളൂ. കാര്യം എങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. അതാണ് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് ഞാൻ എടുത്ത് നോക്കിയത്. അതിൻ്റെ സ്വച്ഛ ഒന്ന് കുറച്ച് നേരം വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. പക്ഷേ നല്ലൊരു ഓയിൽ വാക്സ് അതിൻ്റെ കൂട്ടേ തോന്നുന്നുള്ളൂ. നല്ല സ്മെല്ലും വരും. ഈ റൂമിനകത്ത് അത്യാവശ്യം സ്മെല്ലി ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സ്മെല്ലും അത്ര നിൽക്കുന്നില്ല. ഒരു വാനില വിത്ത് എന്താ പറയുക, ഒരു വാനില ക്യാൻഡി സ്മെല്ലാണ്. ഫുൾ സ്വീറ്റ് ഒരുപാട് ഇഷ്ടമല്ലാത്ത, സെൻറ്റിനകത്ത് സ്വീറ്റ് ഒരുപാട് ഇഷ്ടമല്ലാത്തവർ ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ സ്വീറ്റ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെട്ടവർ സംഭവം പൊളിയാണ്. വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം ഇതുപോലൊരു ക്യാപ്പിലാണ് വരുന്നത്.
ക്യാപ്പിങ്ങോട് സിസ്റ്റത്തിലാണ്, അതുകൊണ്ട് സ്മെല്ല് വെളിയിലും പോകത്തില്ല. ഇത് വെനില ഫ്ലേവറാണ്, വെനില ഫ്ലേവർ. ഇതൊന്നും ഒരു 3-4 ഫ്ലേവർ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഞാൻ വെനിലയാണ് സെലക്ട് ചെയ്തത്, കാരണം ഇപ്പോൾ എനിക്ക് നേരത്തെ ഒന്നും വെനില ഫ്ലേവർ അത്ര പിടുത്തമില്ലായിരുന്നു. പക്ഷെ ഇപ്പം വെനില പ്ലമ്മിൻ്റെ ആ ഒരു ഏത് ഫ്ലേവറാണ് ഞാൻ മറന്നുപോയി, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ഇതൊന്നും അതുകൊണ്ട് ഇപ്പോൾ ആദ്യം ട്രൈ ചെയ്യുന്നത് കൂടുതൽ വെനിലയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം എനിക്ക് റോസിൻ്റെ ഫ്ലേവേഴ്സ് ഒട്ടുമേ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇതാണ് പ്രോഡക്റ്റ്. ട്രൈ ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്, വെറൈറ്റിയാണ്, നല്ലൊരു മോയ്സ്ചറൈസറും തരുന്നുണ്ട്, സ്റ്റിക്കിനെസ് ഒന്നുമില്ല. ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് ചെയ്ത് കാണിക്കാം. ഫോളോ ഓഫ് ആവുന്നുണ്ട്, ഇതൊരു സെറ്റായിട്ടില്ല സത്യത്തിൽ. പക്ഷേ ഒരു മോയ്സ്ചറൈസർ തരുന്നുണ്ട്. ഇതാ അല്ലാട്ടോ, നല്ലൊരു മോയ്സ്ചറൈസർ. വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നവർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ള വാങ്ങിക്കുക കേട്ടോ. വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ടൈപ്പ് ആഗ്രഹിക്കുക. റൂമിലും ഒരു സ്മെല്ല് വരും, നമ്മുടെ ബോഡിയിലും നല്ലൊരു സ്മെല്ല് വരും. നമ്മളിത് ഒന്ന് ഫ്ലെയിം ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വരിക, ഒന്ന് ബാത്ത് ചെയ്ത് ബോഡി വാഷ് ചെയ്തിട്ട് വരിക. ഇല്ലെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് കത്തിച്ച് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒന്ന് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളി സ്മെല്ലായിരിക്കും. എൻ്റെ കയ്യിലൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം അതാണ്. പിന്നെ ഇച്ചിരി ഒരു മെസ്സി ആവാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ നോക്കി ഒഴിച്ചില്ലെങ്കിൽ മെസ്സി ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ബൈ.